ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് പറയുന്ന സെയിം തിങ് തന്നെയാണ്. അതായത് നമുക്ക് ചില വാക്കുകൾ അറിയാം, എന്നാൽ ചില വാക്കുകൾക്ക് തുല്യമായിട്ട് അതേ പ്രൊനൗൺസിയേഷനുള്ള വേറെ വാക്കുകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ അർത്ഥം അറിയാതെ പ്രയോഗ രീതികൾ പലപ്പോഴും നമ്മളെ നല്ല രീതിയിൽ സംസാരിക്കുന്നതിൽ നിന്ന് തടയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ രണ്ട് വാക്കുകൾ സക്സീഡ് ആൻഡ് സക്സസ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സക്സീഡ് ആണ് നോക്കുന്നത്. സക്സീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് നേടിയെടുക്കുന്ന, അതായത് വിജയം നേടിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സക്സീഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകമായിട്ടും അതൊരു ക്രിയാരൂപമാണ്, വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വെർബ് എന്ന രീതിയിൽ സക്സീഡ് ഉപയോഗിക്കുമ്പോഴേക്കും ഏത് രീതിയിലാണ് നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാം. ഷീ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ and she succeeded. She wanted, അവൾ ആഗ്രഹിച്ചു. അവൾ എന്താണ് ആഗ്രഹിച്ചത്? ടു ബിക്കം എ ഡോക്ടർ, ഒരു ഡോക്ടർ ആയി തീരാനാണ് അവൾ ആഗ്രഹിച്ചത്. ഒരു ഡോക്ടർ ആയി തീരുന്നതിനാണ് ആഗ്രഹിച്ചത്. ആൻഡ് ഷീ സക്സീഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിൽ വിജയിച്ചു. അവൾ ആഗ്രഹിച്ച കാര്യം അവൾ നേടിയെടുത്തു. ഷീ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ ആൻഡ് ഷീ സക്സീഡഡ്. നീ പരീക്ഷയിൽ വിജയിക്കും. ഈ സക്സീഡ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. നീ പരീക്ഷയിൽ വിജയിക്കും. യു വിൽ, അല്ലെ, വരാൻ പോകുന്ന കാര്യം വിജയിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യു വിൽ സക്സീഡ് ഇൻ ദി എക്സാമിനേഷൻ. യു വിൽ സക്സീഡ് ഇൻ ദി എക്സാമിനേഷൻ. നീ പരീക്ഷയിൽ വിജയിക്കും. പരിശീലനം കൊണ്ട് അവർക്ക് വിജയിക്കാൻ പറ്റും. പരിശീലനം കൊണ്ട് അവർക്ക് വിജയിക്കാൻ പറ്റും. ഇതെങ്ങനെ പറയും? പരിശീലനം എന്നുള്ള വാക്ക് ഏതാണ്? പ്രാക്ടീസ്. പ്രാക്ടീസ്. പ്രാക്ടീസ് കൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞേ. they can succeed with practice. They can succeed with practice. അതായത് പരിശീലനം കൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റും. I hope to succeed in the next level. I hope to succeed in the next level. ഈ hope എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രത്യാശയാണ്, അല്ലെ? I hope എന്ന് വെച്ചാൽ ഞാൻ പ്രത്യാശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ടു സക്സീഡ്, വിജയിക്കുക എന്നുള്ള കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെ? ഇൻ ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു ടെസ്റ്റ്, എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോഴേക്കും അതിന് ഡിഫറെന്റ് ലെവൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത ലെവലിൽ ഞാൻ വിജയിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഐ ഹോപ്പ് ടു സക്സീഡ് ഇൻ ദ നെക്സ്റ്റ് ലെവൽ. നീ വിജയിക്കുകയാണെങ്കിൽ നീ ദൈവത്തോട് നന്ദിയുള്ളവളായിരിക്കുക, അല്ലെങ്കിൽ നന്ദിയുള്ളവനായിരിക്കുക. ഇതെങ്ങനെ പറയാം? ഇതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇഫ് ചേർത്താണ് നമ്മൾ പറയേണ്ടത്. If you succeed, be thankful to God. If you succeed, നീ വിജയിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? Be thankful, നന്ദിയുള്ളവളാകുക, അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക. Be thankful. ആരോട് താങ്ക്ഫുൾ ആയിരിക്കണം? To God. Be thankful to God. അടുത്ത വാക്കാണ് സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാല് ഒരു നൗൺ ആയിട്ട്, ഒരു നാമപദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിസൈർഡ് റിസൾട്ട്, അതായത് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട്, എ ഗുഡ് ഔട്ട്കം എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് ഒരു നല്ല വിജയം ഉണ്ടാവുക, വിജയം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ സക്സസ് എന്ന് പറയുന്ന പദം സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എന്റെ പ്രസന്റേഷൻ ഒരു വൻ വിജയമായിരുന്നു. വൻ വിജയം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? വിജയം എന്ന് പറയുമ്പോൾ സക്സസ്, വൻ വിജയം എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് സക്സസ്. അപ്പോ എന്റെ പ്രസന്റേഷൻ, മൈ പ്രസന്റേഷൻ ആയിരുന്നു, വാസ്, മൈ പ്രസന്റേഷൻ വാസ് എ ഗ്രേറ്റ് സക്സസ്. ഞാൻ ഒരു കുക്കിങ്ങിന്റെ റെസിപ്പി പരീക്ഷിച്ചു നോക്കി. അപ്പൊ ഞാൻ പരീക്ഷിച്ച ആ ഒരു റെസിപ്പി നല്ലൊരു വിജയമായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കും? റെസിപ്പി അല്ലേ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ദ റെസിപ്പി, ഞാൻ പരീക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തത്. ദ റെസിപ്പി ഐ ട്രൈഡ്, ഒരു വിജയമായിരുന്നു, വാസ് എ സക്സസ്. ദ റെസിപ്പി ഐ ട്രൈഡ് വാസ് എ സക്സസ്. അവൾ അവളുടെ വിജയം കൂട്ടുകാരുമൊത്ത് ആഘോഷിച്ചു. അവളുടെ വിജയം അവള് കൂട്ടുകാരുമൊത്ത് ആഘോഷിച്ചു. അപ്പോ എങ്ങനെ നമ്മൾ പറയുന്നത്? അവൾ ആഘോഷിച്ചു. ഷീ സെലിബ്രേറ്റഡ്. ഷീ സെലിബ്രേറ്റഡ് എന്താഘോഷിച്ചു? ഹെർ സക്സസ്. ഷീ സെലിബ്രേറ്റഡ് ഹെർ സക്സസ്. ആരുടെ കൂടെയാണ് ആഘോഷിച്ചത്? With her friends. She celebrated her success with her friends. നീ കഷ്ടപ്പെട്ടത് കൊണ്ട് നീ വിജയം കണ്ടെത്തി. നീ കഷ്ടപ്പെട്ട്, അതുകൊണ്ട് നീ വിജയം കണ്ടെത്തി. അത് നമ്മൾ എങ്ങനെ പറയും? You worked hard and you found success. You worked hard and you found success. ഇനി വിജയം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് കുറെ ആത്മസമർപ്പണം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലെ?
നമ്മൾ വിജയത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി അധ്വാനിക്കണം. നമ്മൾ സ്വന്തം കാര്യങ്ങൾ കുറെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ ആത്മസമർപ്പണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിജയത്തിന് ആത്മസമർപ്പണം വേണം, അല്ലെങ്കിൽ വിജയം ആത്മസമർപ്പണം ആവശ്യപ്പെടുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ ആത്മസമർപ്പണം എന്ന് പറയുന്ന വാക്ക് ഏതാണ്? ഡെഡിക്കേഷൻ. സക്സസ് ഡിമാൻഡ് ചെയ്യുന്നു. സക്സസ് ഡിമാൻഡ്സ് ഡെഡിക്കേഷൻ. സക്സസ് ഡിമാൻഡ്സ് ഡെഡിക്കേഷൻ. സക്സസ് ഒരു കാര്യം മാത്രം നമ്മളോട് ഡിമാൻഡ് ചെയ്യും. അതെന്താണ്? ഡെഡിക്കേഷൻ. സക്സസ് ഡിമാൻഡ്സ് ഡെഡിക്കേഷൻ. യു എൻജോയ്. നിന്റെ വിജയം നീ ആസ്വദിക്കുക. നീ നിന്റെ വിജയം ആസ്വദിക്കുക. അത് നമ്മൾ എങ്ങനെ പറയും? യു എൻജോയ് യുവർ സക്സസ്. യു എൻജോയ് യുവർ സക്സസ്. യു എൻജോയ് യുവർ സക്സസ്. അടുത്ത് ഒരേ രീതിയിൽ നമുക്ക് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നതും ചെറിയ ഡിഫറൻസ് സ്പെല്ലിങ്ങിലുള്ളതായ അടുത്തൊരു വാക്കാണ് ക്വയറ്റ്. 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 അപ്പോൾ ഈ രണ്ട് വാക്കുകളും എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ക്വയറ്റ് എന്ന് പറയുന്ന ആ ഒരു പദം എടുക്കാം. ഈ ക്വയറ്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു നാമവിശേഷണമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണ് നോക്കാം. ശാന്തമായ, മേക്കിംഗ് ലിറ്റിൽ നോയ്സ്. മേക്കിംഗ് ലിറ്റിൽ നോയ്സ്, ഒരു ചെറിയ ശബ്ദം, അതായത് വളരെ ശബ്ദം താഴ്ത്തി ശാന്തമായിട്ട് സംസാരിക്കുന്നതിന് നമുക്ക് ക്വയറ്റ് എന്ന് പറയാം. ഒട്ടും സംസാരിക്കാതെ ഇരിക്കുന്നതിന് നമുക്ക് ക്വയറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്വയറ്റ് എന്ന് പറയുന്ന ആ ഒരു അഡ്ജക്റ്റീവ് സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. പ്ലീസ് ബി ക്വയറ്റ് വൈൽ ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. പ്ലീസ് ബി ക്വയറ്റ് വൈൽ ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. അതായത് കുഞ്ഞു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിശബ്ദരായിരിക്കുക അല്ലെങ്കിൽ നിശബ്ദനായിരിക്കുക, നിശബ്ദയായിരിക്കുക. പ്ലീസ് ബി ക്വയറ്റ് വൈൽ ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. അവൾ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചു. അവൾ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചു. ഇത് നമ്മൾ എങ്ങനെ പറയും? അവൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഷീ സ്പോക്ക്. ഷീ സ്പോക്ക് ഇൻ എ ലോ വോയിസ് അല്ലെ? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ക്വയറ്റ് എന്ന് പറയുന്ന പദമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നത്? ഷീ സ്പോക്ക് ഇൻ എ ക്വയറ്റ് വോയിസ്. ഷീ സ്പോക്ക് ഇൻ എ ക്വയറ്റ് വോയിസ്. അവൻ നിശബ്ദമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അവൻ ശാന്തമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നു. He enjoys what? He enjoys quiet moments. He enjoys quiet moments. അവൻ ശാന്തമായ അല്ലെങ്കിൽ നിശബ്ദമായ നിമിഷങ്ങളെ ആസ്വദിക്കുന്നു. എല്ലാവരും ഉറങ്ങാൻ പോയതിനു ശേഷം വീട് ശാന്തമായി. വീട് ശാന്തമായിരുന്നു എന്നെങ്ങനെ നമുക്ക് പറയും? കഴിഞ്ഞ കാലത്തിൽ ഉപയോഗിക്കണം. The house was quiet. The house was quiet. എങ്ങനെ? എപ്പോഴാണ്? After everybody went to bed. After everybody went to bed എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങാൻ പോയതിന് ശേഷം. Okay. The house was quiet after everybody went to bed. നമുക്ക് ശാന്തമായ അല്ലെങ്കിൽ നിശബ്ദമായ ഒരു സ്ഥലം അന്വേഷിക്കാം അല്ലെങ്കിൽ കണ്ടെത്താം. എന്തിനു വേണ്ടി? നമുക്കിരുന്ന് സംസാരിക്കുന്നതിന്. അപ്പൊ നമുക്ക് സംസാരിക്കുന്നതിന് നിശബ്ദമായ ഒരു സ്ഥലം കണ്ടെത്താം എന്നുള്ള ഒരു സെന്റൻസ് എങ്ങനെയായിരിക്കണം പറയേണ്ടത്? Let's find out a quiet place to talk. Let's find out a quiet place to talk. നമുക്ക് സംസാരിക്കുന്നതിന് ഒരു ശാന്തമായ നിശബ്ദമായ ഒരു സ്ഥലം കണ്ടെത്താം. ഞങ്ങൾ ഒരുമിച്ച് നിശബ്ദമായ ഒരു പ്രഭാതം ആസ്വദിച്ചു. ഇതെങ്ങനെ പറയും? ഞങ്ങൾ ആസ്വദിച്ചു എന്നുള്ള വാക്ക് ഏതാണ്? ഞങ്ങൾ ആസ്വദിച്ചു. We enjoyed. നിശബ്ദമായ പ്രഭാതം എന്ന് പറയുമ്പോൾ we enjoyed quiet morning. ഒരുമിച്ച്, together. We enjoyed quiet morning together. The children were surprisingly quiet while they drew. The children were surprisingly quiet എന്ന് വെച്ചാൽ സർപ്രൈസിംഗ്ലി എന്ന് വെച്ചാൽ എന്താണ്? അത്ഭുതകരമായി അല്ലെങ്കിൽ അത്ഭുതം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെ? കുട്ടികളുടെ ആ ഒരു നിശബ്ദത അല്ലെങ്കിൽ അവര് സംസാരിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതം തോന്നും അല്ലെ? The children were surprisingly quiet. എപ്പോഴാണ് അവർ സർപ്രൈസിംഗ്ലി ക്വയറ്റ് ആയിരുന്നത്? While they drew. അവര് വരച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പൊ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റിയില്ല. അവര് അത് കാരണം ഭയങ്കര നിശബ്ദരായിരുന്നു. The children were surprisingly quiet while they drew. അടുത്ത വാക്കാണ് quiet. Quiet എന്ന് പറയുമ്പോഴേക്കും അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു adverb ആയിട്ടാണ്. അതായത് ഒരു ക്രിയാവിശേഷണം, ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് quiet എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഇതിന് വെരി, വളരെ എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കാം. കംപ്ലീറ്റ്ലി, പൂർണ്ണമായും, മുഴുവനായും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ക്വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിക്കാം. അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് ക്വൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദി എക്സാം ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ദി എക്സാം ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് എന്ന് വെച്ചാല് ഈ പരീക്ഷ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ദി എക്സാം ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. എക്സാം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, ബുദ്ധിമുട്ടുള്ളതാണ്. എക്സാം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇന്ന് വളരെ ചൂടാണ്, ചൂടുള്ളൊരു ദിവസമാണ് ഇന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ക്വൈറ്റ് വാം ടുഡേ. ഇറ്റ് ഈസ് ക്വൈറ്റ് വാം ടുഡേ. ഇന്ന് വളരെ ചൂടാണ്, ഇന്നത്തെ ദിവസം. സിനിമ, മൂവി വളരെ നല്ലതായിരുന്നു. നല്ലൊരു സിനിമ കണ്ടു, അപ്പൊ സിനിമ വളരെ നല്ലതായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? ദ മൂവി വാസ് ക്വൈറ്റ് ഗുഡ്. The movie was quite good. The movie was quite good. എന്നുവെച്ചാൽ the movie was very good എന്ന അർത്ഥമാണ്. ഭക്ഷണം വളരെ രുചികരമായിരുന്നു. ഭക്ഷണം വളരെ രുചികരമായിരുന്നു. The food was quite delicious. The food was quite delicious. ഭക്ഷണം വളരെ രുചികരമായിരുന്നു. The food was very delicious എന്നാണ് ഇതിന്റെ അർത്ഥം. എനിക്ക് വളരെ ക്ഷീണം തോന്നിക്കുന്നു. എനിക്ക് വളരെ ക്ഷീണം, ഞാൻ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എങ്ങനെ പറയും? I feel quite tired. I feel quite tired. ഞാൻ എല്ലാവർക്കും പരിചിതയാണ്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവർക്കും പരിചിതയാണ് എന്ന് പറയുമ്പോഴേക്കും പരിചിത എന്നുള്ള വാക്കിന് നമ്മൾ ഫെമിലിയർ. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. I am quite familiar. എനിക്ക് എല്ലാവർക്കും എന്നെ നല്ല പരിചയമാണെന്നല്ലേ അപ്പൊ പറയേണ്ടത്. അപ്പൊ നമുക്ക് I am quite familiar to all. I am quite familiar to all. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ തെറ്റുകൂടാതെ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.